ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് നമുക്ക് കിച്ചണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഉപയോഗപ്രദമായ കുഞ്ഞു കുഞ്ഞു ടിപ്സും ചെറിയ പൊടിക്കൈകളും ഒക്കെ ആയിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എടുക്കുന്ന പാത്രങ്ങൾ അപ്പാപ്പം തന്നെ കഴുകി വയ്ക്കുക എന്നുള്ളത്. അങ്ങനെ അപ്പാപ്പം കഴുകാമെന്നുണ്ടെങ്കിൽ ഒരുപാട് പാത്രങ്ങളാവാതെ നമ്മുടെ ജോലി പെട്ടെന്ന് തീർക്കാൻ പറ്റും. അതുപോലെ തന്നെ ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ്, നമ്മൾ ഒരുപാട് വലിയ പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ആവശ്യം കഴിഞ്ഞപ്പോൾ തന്നെ ഒന്ന് വെള്ളം ഒഴിച്ച് കുതിർത്തിയിടാം. അപ്പോൾ നമ്മൾ കിച്ചണിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അത് ശരിക്കും കുതിർന്നിട്ട് കഴുകാൻ എളുപ്പമായിട്ട് ഇരിക്കും കേട്ടോ. അതുപോലെ കഴുകിയെടുക്കുന്ന പാത്രങ്ങളൊക്കെ നമ്മൾ ഇതേപോലെ ഒരു ഡിഷ് ട്രെയിനറിലേക്ക് വെക്കാം കേട്ടോ. എന്നിട്ട് വെള്ളമൊക്കെ വലിഞ്ഞു പോയി ശരിക്കും ഉണങ്ങിയ ശേഷം മാത്രം അതാത് പാത്രങ്ങൾ വയ്ക്കേണ്ട സ്ഥലത്തേക്ക് എടുത്ത് മാറ്റി വയ്ക്കുക. അതേപോലെ ഈ ട്രെയുടെ അടിയിൽ ഒരു ചെറിയ വെള്ളം പോകാനുള്ള ട്രെയിൻ ഉണ്ട്, അത് നമ്മൾ ഡെയിലി ക്ലീൻ ആക്കാനായിട്ട് വിട്ടു പോകരുത് കേട്ടോ. അതുപോലെ ഞാൻ കിച്ചണിൽ 2 വേസ്റ്റ് ബിന്നാണ് വെച്ചേക്കുന്നത്. ഒരെണ്ണം ഒരു ചെറുത്, ഇതിനകത്ത് ഫുഡ് വേസ്റ്റ് ആണ് ഇടുന്നത്. പിന്നെ ഒരെണ്ണം വലുത്, അതിനകത്ത് പ്ലാസ്റ്റിക്കും അതുപോലെ പേപ്പർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ്. അതൊക്കെ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്ത് വയ്ക്കുക. അതേപോലെ വേസ്റ്റ് ബിന്നും നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യാനായിട്ട് വിട്ടു പോകരുത് കേട്ടോ. ഇനി കിച്ചണിൽ ഉപയോഗിക്കുന്ന വേറൊരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്, നമ്മൾ ഡെയിലി ചായ എടുക്കണത്, കോഫി എടുക്കുന്ന ഗ്ലാസ്സുകളൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും അടിയിലൊക്കെ നമ്മൾ എത്ര കഴിയാലും ചായക്കറ കട്ട പിടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് പോകാനായിട്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് ഉണ്ടല്ലോ, അത് ബ്രഷുമ്പോൾ തേച്ചിട്ട് ശരിക്കും ആ ഗ്ലാസ്സുമ്പോൾ ശരിക്കും ആ കറയുള്ള ഭാഗത്തൊക്കെ ശരിക്കും തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നമ്മൾ പാത്രം കഴുകണ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഒരു മിനിറ്റ് നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആ ഗ്ലാസ് നമ്മൾ പുതിയ ഗ്ലാസ് മേടിക്കുമ്പോൾ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് ആ രീതിയിൽ തന്നെ കാണാൻ പറ്റും കേട്ടോ. നിങ്ങൾക്കത് കുറേ പേർക്ക് ഈ ടിപ്സൊക്കെ അറിയാവുന്നവരുണ്ടാകും, അവർ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു കേട്ടോ. പിന്നെ ഇത് കൂടാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടിപ്സൊക്കെ ഒന്ന് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ. അതുപോലെ തന്നെ കിച്ചണിൽ നമ്മുടെ കുക്കിംഗ് പരിപാടി കഴിഞ്ഞ് കഴിയുമ്പോൾ കൈയോടെ തന്നെ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പും അത് ഗ്യാസിൻ്റെ അടിയിലും ഗ്യാസിൻ്റെ സൈഡും ഗ്യാസിൻ്റെ പുറകുവശത്ത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തൂത്തെടുക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉറുമ്പിൻ്റെയും ഈച്ചയുടെയൊക്കെ ശല്യം കൂടുതലായിരിക്കും കേട്ടോ. അതുപോലെ നമ്മൾ വിട്ടുപോകാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ് നമ്മുടെ കിച്ചണിൻ്റെ ഗ്യാസ് വെച്ചേക്കുന്നതിൻ്റെ പുറകുവശത്ത് നമ്മൾ ടൈൽ ഒട്ടിച്ചേക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം. അവിടെ എങ്ങനെയാണെന്ന് നമ്മൾ കടുക് പൊടിക്കുമ്പോൾ ചെറിയ എണ്ണമയൊക്കെ അവിടെ തെറിച്ചിട്ടുണ്ടാകും, മീൻ വറക്കുമ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ അവിടെ തെറിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതും കൈയോടെ തന്നെ ഒന്ന് തൂത്തെടുക്കുക കേട്ടോ. അതേപോലെ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന മറ്റേ മുളക് പൊടി ടിന്നുകളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ മുകൾ ഭാഗം നമ്മൾ കൈ പിടിച്ച് എണ്ണമയൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്തെടുക്കുക. അതേപോലെ നമ്മുടെ കിച്ചണിൻ്റെ സ്ലാബിൻ്റെ മുകളിലിരിക്കുന്ന മിക്സി, ഗ്രൈൻഡർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു നനഞ്ഞ തുണി വെച്ചൊന്ന് വൈപ്പ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ കിച്ചണിലെ കുക്കിങ്ങും പരിപാടി കഴിഞ്ഞ് കഴിയുമ്പോൾ കൈയോടെ തന്നെ സിങ്കും ഒന്ന് കഴുകിയിടാം കേട്ടോ. സിങ്ക് കഴുകാനായിട്ട് നമ്മൾ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ ഉപയോഗിക്കരുത്, അതിനുവേണ്ടി സെപ്പറേറ്റ് നമ്മളൊരു സ്ക്രബ്ബർ തന്നെ മാറ്റി വെച്ചേക്കണം കേട്ടോ. സിങ്ക് കഴുകുന്നതിൻ്റെ ഒപ്പം തന്നെ പൈപ്പും കൂടി ഒന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. സിങ്കൊക്കെ കഴുകി കഴിഞ്ഞിട്ട് നമ്മളൊരു തുണി വെച്ചോ അല്ലെങ്കിൽ കിച്ചൺ ടവൽ വെച്ചോ ആ സിങ്കൊക്കെ ഒന്ന് തുടച്ചിടാം കേട്ടോ. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് മാക്സിമം കിച്ചണിലെ എല്ലാ ഭാഗവും തന്നെ ഡ്രൈ ആക്കിയിടാൻ നോക്കാം. നനഞ്ഞ് കിടക്കുമ്പോൾ ഈ കുരു എന്നുള്ള ഈച്ചകൾ വരും കേട്ടോ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് മാക്സിമം ഡ്രൈ ആക്കിയിടാൻ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഓയിൽ ബോട്ടിൽ, അതുപോലെ അത് വെച്ചേക്കുന്ന ട്രേ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു ടിഷ്യൂ വെച്ച് ഡെയിലി ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക. അതിനകത്തൊക്കെ എണ്ണമയം കിടക്കുമ്പോൾ പല്ലിയൊക്കെ വന്നിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഡെയിലി ക്ലീൻ ആക്കണതിൻ്റെ ഒപ്പം അതും കൂടി ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാം കേട്ടോ. കിച്ചൺ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ടവലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് കൈയോടെ തന്നെ വാഷ് ചെയ്ത് വിടണം കേട്ടോ. അല്ലെങ്കിൽ ആ എണ്ണമയൊക്കെ അതിനകത്ത് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ അത് പോകാനൊക്കെ ഭയങ്കര പാടായിരിക്കും. കൈയോടെ തന്നെ കഴുകുകയാണെങ്കിൽ അത് പെട്ടെന്ന് ക്ലീൻ ആക്കി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ അടുത്തൊരു ടിപ്പാണ്, നമ്മുടെ പിള്ളേരുള്ള വീടുകൾ നമ്മൾ സ്വിച്ച് ബോർഡിൻ്റെ അവിടെയൊക്കെ കൈ പിടിച്ചിട്ട് അതിൻ്റെ അഴുക്ക് നല്ലോണം ഇരിപ്പുണ്ടാവും. അപ്പോൾ അത് പോകാനായിട്ട് നമ്മുടെ ക്യൂടെക്സ് റിമൂവർ ഉണ്ടല്ലോ, ആ റിമൂവർ ഒരു ടിഷ്യൂമോ അല്ലെങ്കിൽ പഞ്ചിമോ മുക്കിയിട്ട് അത് വെച്ചൊന്ന് വൈപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ മാക്സിമം നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം കൗണ്ടർ ടോപ്പിൽ അറേഞ്ച് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർക്കും ബൈ.